ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഇടവമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയമുണ്ടാവും. ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം കൂടും. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും. കാർഷിക രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് ഉണ്ടായിരുന്ന പ്രതികൂലാവസ്ഥകൾ മാറിക്കിട്ടും. കരാർ ജോലി ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഭാവിയിലേക്ക് കണ്ടു നടത്തിയ നിക്ഷേപങ്ങൾക്ക് ഗുണങ്ങളുണ്ടാവും. ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് ലാഭത്തിന് യോഗമുണ്ട്. തൊഴിൽപരമായ പല പുതിയ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. ജീവിതത്തിൽ മികച്ച മാറ്റങ്ങളുണ്ടാവും. ഏത് മേഖലയിലും വിജയമുണ്ടാവും. കർമ്മരംഗത്ത് പലരുടെയും പിന്തുണ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമായി വരും. തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്ര ചെയ്യേണ്ടി വന്നേക്കാം. സർക്കാർ ജീവനക്കാരുടെ പ്രമോഷന് കാലതാമസം നേരിടും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. കർമ്മരംഗത്ത് കാതലായ മാറ്റവും ഉയർച്ചയും ഉണ്ടാവും. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം. കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല. കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും. ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. വിവാഹപ്രായമായവർക്ക് വിവാഹലബ്ധി ഉണ്ടാവും. ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അന്യദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. പ്രണയകാര്യങ്ങളിൽ ഗുണകരമായ കാര്യങ്ങൾ ഭവിക്കും. പരിശ്രമങ്ങൾക്ക് പിതൃസ്ഥാനീയരിൽ നിന്ന് പിന്തുണ ലഭിക്കും. സ്വന്തം ബിസിനസ്സിൽ അഭിവൃദ്ധിയുണ്ടാവും. കൂട്ടു ബിസിനസ്സിൽ ഗുണം കുറയും. സ്നേഹിതരിൽ നിന്നും സഹായം ലഭിക്കും. പുണ്യസ്ഥല സന്ദർശനം നടത്തുവാനും യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാനും ഉപരിപഠനത്തിന് ഇഷ്ടപ്പെട്ട വിഷയത്തിന് പ്രവേശനം ലഭിക്കുവാനും യോഗം കാണുന്നു. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. മിഥുനക്കൂറ്, മകയിര അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. സന്താനം മൂലം ഗുണഫലമുണ്ടാവും. വരവിനേക്കാൾ ചെലവ് അധികരിച്ചിരിക്കും. കുടുംബവുമായി ചെറുയാത്രകൾ നടത്തുവാൻ യോഗം കാണുന്നു. ബിസിനസ് രംഗം മന്ദഗതിയിലാവും. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. കർമ്മരംഗത്ത് മാറ്റമുണ്ടാവും. പുതിയ തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്തും. ഊഹക്കച്ചവടത്തിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. ഉപരിപഠനത്തിന് അന്യദേശത്ത് പോകുവാൻ സാധ്യത കാണുന്നു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നേട്ടമുണ്ടാവും. കാർഷിക മേഖലയിൽ ഗുണക്കുറവുണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്കും അഭീഷ്ടസിദ്ധി ഉണ്ടാവും. സന്താനക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താനഭാഗ്യത്തിനും യോഗം കാണുന്നു. ലോണുകൾ യഥാസമയത്ത് അനുവദിച്ചു കിട്ടും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂറ്, പുണർദാവസാന പാദം, പൂയം, ആയില്യം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ സമുന്നത വിജയം കരസ്ഥമാക്കുവാൻ പറ്റും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. സർക്കാർ ജീവനക്കാർക്ക് ഗുണപ്രദമായ രീതിയിൽ മാറ്റമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിൽ അമിത ലാഭം കിട്ടും. ധനപരമായി ഉണ്ടായിരുന്ന ക്ഷീണാവസ്ഥ മാറിക്കിട്ടും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷകൾ എളുപ്പമുള്ളതായിരിക്കും. ഇൻ്റർവ്യൂകളിൽ വിജയമുണ്ടാവും. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ സാധിക്കും. പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാറിക്കിട്ടും. സ്വന്തമായി ചെയ്യുന്ന ബിസിനസ്സിൽ പാർട്ണർമാരെ ഉൾപ്പെടുത്തി വിപുലീകരിക്കും. സ്പോർട്സ് രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ അസൂയാവഹമായ വിജയമുണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും യോഗം കാണുന്നു.
കർമ്മരംഗം പുഷ്ടികരമായിരിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുവാനും യോഗം കാണുന്നു. ദാമ്പത്യത്തിൽ ആനന്ദവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും. ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂറ് മകം പൂരമുത്രത്തിൻ്റെ ആദ്യപാദം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് ഈ മാസം നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. വസ്തു വാങ്ങുന്നതിനും പുതിയ ഗൃഹപ്രവേശനം നടത്തുന്നതിനും യോഗം കാണുന്നു. ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടത്തിൽ ലാഭമുണ്ടാവും. ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ വ്യവസായം എന്നീ രംഗങ്ങളിൽ ഈ മാസം നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. പൊതുരംഗത്ത് അംഗീകാരവും കീർത്തിയും നേടും. സംരംഭകർക്കും വ്യാപാരികൾക്കും ലാഭങ്ങൾ വന്നു ഭവിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും. കാർഷിക മേഖലയിൽ ചെറിയ നേട്ടമുണ്ടാവും. സാമ്പത്തിക മേഖലയിലുള്ളവർക്ക് അഭിവൃദ്ധിയുണ്ടാവും. സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. ബിസിനസ് വിപുലീകരണം നടത്തുവാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. കന്നിക്കൂറ് ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. തൊഴിൽപരമായ മേഖലയിൽ പലതരത്തിലുള്ള ഗുണങ്ങൾ നേടുവാൻ സാധിക്കും. പൊതുരംഗത്ത് അംഗീകാരവും കീർത്തിയും നേടും. മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകൾ ശ്രവിക്കുവാൻ ഇടവരുന്നതാണ്. അവിചാരിതമായി ധാരാളം പണം കൈവശം വന്നു ചേരും. ഊഹക്കച്ചവടത്തിൽ വൻ ലാഭമുണ്ടാവും. ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. പരീക്ഷകളിൽ വിജയമുണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. കർമ്മരംഗത്ത് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഗൃഹാരംഭ പ്രവർത്തനം നടത്തുന്നതിനും യോഗം കാണുന്നു. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാന ലാഭം ഉണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് ഉദ്ദിഷ്ടകാര്യലബ്ധിയും സാമ്പത്തിക നേട്ടവും ഈ മാസം പ്രതീക്ഷിക്കാം. സ്വദേശം വിട്ടുള്ള യാത്രകൾ ധാരാളം ചെയ്യേണ്ടി വരും. വിവാഹാലോചനകൾ ഫലപ്രാപ്തിയിലെത്തും. കാർഷിക രംഗം പുഷ്ടികരമായിരിക്കും. ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്താവിന് നീരാഞ്ജനവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. തുലാക്കൂറ് ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം മുക്കാൽ. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവും. പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും. അവിവാഹിതർക്ക് വിവാഹ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. ഭാര്യാപുത്രാദികളോട് കലഹമുണ്ടാവും. വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ബിസിനസ്സുകാർക്ക് പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം കിട്ടുകയില്ല. സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. ദൂരയാത്രകൾ മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടാവും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം മൂലം അപവാദവും അഴിമതി ആരോപണങ്ങളും ഉണ്ടാവും. ലഹരി പദാർത്ഥങ്ങളോട് താല്പര്യം വർദ്ധിക്കും. ഏറ്റെടുത്ത കരാർ ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകും. കാർഷിക വിളകൾക്ക് പ്രകൃതിക്ഷോഭം മൂലം വരുമാനക്കുറവുണ്ടാവും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വിദ്യാർത്ഥികൾക്ക് ഉപരിവിദ്യാഭ്യാസത്തിന് വിദേശയാത്ര സൗകര്യം ലഭിക്കും. നൂതന ഗൃഹാരംഭ പ്രവർത്തനം നടത്തും. എഴുത്തുകൂത്തുകൾ മൂലം ഗുണാനുഭവമുണ്ടാവും. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം പ്രതീക്ഷിക്കാം. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിൽ ഗുണം ലഭിക്കും. ഊഹക്കച്ചവടത്തിലൂടെ ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ നേട്ടമുണ്ടാവും. കാർഷിക രംഗവും ശുഭകരമായിരിക്കും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങളും സ്ഥാനലബ്ധിയും ഉണ്ടാവും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങളും ലോണുകളും എളുപ്പത്തിൽ ലഭിക്കും. ജോലിയിൽ ശമ്പള വർധനവിന് സാധ്യത കാണുന്നു. ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ അന്തഃഛിദ്രങ്ങൾ ഉണ്ടാകുമെങ്കിലും ശരിയായ ഉപദേശങ്ങൾ ലഭിക്കുക മൂലം കുഴപ്പങ്ങൾ ഒഴിവായി കിട്ടും. അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷ നേടും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യവും തുളസിമാലയും നടത്തിക്കൊള്ളുക.
ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങളുണ്ടാവും. ശമ്പളവർധനവും സ്ഥാനക്കയറ്റവും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ഏറ്റെടുത്ത പ്രവൃത്തികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും. ബിസിനസ്സുകാർ പുത്തൻ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കും. പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ നേട്ടമുണ്ടാവും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യമുണ്ടാവും. ഏറെ നാളായി ജോലി തേടുന്നവർക്ക് മികച്ച ശമ്പളത്തോടെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. ഭൂമി കച്ചവടത്തിൽ ഇടനിലക്കാരനായി നിന്ന് ധനസമ്പാദനമുണ്ടാവും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുവാനും യോഗം കാണുന്നു. എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവമുണ്ടാവും. കാർഷിക രംഗം ശുഭകരമായിരിക്കും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങളും സ്ഥാനലബ്ധിയും ലഭിക്കും. കല, കായികം, സാഹിത്യം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ പലതും വന്നു ചേരും. ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. മകരക്കൂറ് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. വിദ്യാർത്ഥികൾക്ക് ഭേദപ്പെട്ട സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യമുണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയേറിയ അനുഭവങ്ങൾ വന്നു ചേരും. പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചമായ വരുമാനം ലഭിക്കും. ഷെയർ മാർക്കറ്റ് രംഗത്ത് നേട്ടം കുറയും. രാഷ്ട്രീയക്കാർക്ക് ശോഭിക്കാവുന്ന സമയമാണ്. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്ത ടീമുകളിൽ പ്രവേശനം ലഭിക്കും. ഉപരിപഠനത്തിനായി എൻട്രൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. കർമ്മമേഖലയിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും. വിവാഹപ്രായമായവർക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരും. ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. സന്താനക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താനഭാഗ്യവും ഈ മാസം ഉണ്ടാവും. ബിസിനസ്സുകാർക്ക് പുതിയ കൂട്ടുകെട്ട് മൂലം അത്ഭുതപൂർവമായ പുരോഗതി ഉണ്ടാവും. മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് വാക്കുതർക്കങ്ങൾ ഉണ്ടായേക്കാം. ശത്രുശല്യവും കൂടും. അയൽക്കാരുമായി ബന്ധം വഷളാവും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ പറ്റും. സാഹിത്യം, അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും. കോടതി കേസുകൾ തീരുമാനമാകാതെ നീണ്ടുപോകും. ഷെയർ മാർക്കറ്റ് രംഗം ഗുണകരമായിരിക്കില്ല. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. ഭൂമി ക്രയവിക്രയത്തിൽ ഉദ്ദേശിച്ച ലാഭം കിട്ടണമെന്നില്ല. ബിസിനസ്സുകാർ ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ കലഹവും വീട് വിട്ടു നിൽക്കുന്നതിനുള്ള യോഗവും കാണുന്നു. സന്താനങ്ങൾ മൂലം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും. ഉദ്ദിഷ്ട കാര്യലബ്ധി ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. സർക്കാർ ജോലിയിൽ സ്ഥലം മാറ്റമുണ്ടാകുവാൻ സാധ്യത കാണുന്നു. മേലധികാരികളിൽ നിന്നും അനുകൂല നിലപാടുണ്ടാവും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സാധിക്കില്ല. കാര്യതടസ്സം, മനക്ലേശം എന്നിവ അനുഭവിക്കേണ്ടി വരും. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ഭൂമി ക്രയവിക്രയങ്ങളിൽ ലാഭം കുറയും. ബിസിനസ് വിപുലീകരണത്തിനായി ധനം ചെലവഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് ഈ മാസം നേട്ടക്കുറവുണ്ടാവും. കർമ്മരംഗം പുഷ്ടികരമായിരിക്കില്ല. യാത്രാക്ലേശം അനുഭവിക്കേണ്ടി വരും. കലാകായിക രംഗങ്ങളിലുള്ളവർക്ക് തിളങ്ങുവാൻ സാധിക്കും. ചില കാരണങ്ങളാൽ വിദേശത്തു നിന്ന് സ്വദേശത്തേക്ക് വരുവാൻ തടസ്സം നേരിടും.
ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക.